ലൈംഗികാതിക്രമം തടഞ്ഞു. സുഹൃത്തുക്കൾ ഒരു കുടുംബത്തെ മുഴുവൻ കൊന്ന് ചാക്കിൽ കെട്ടിത്തള്ളി. ജോലി തേടി ചെന്നൈയിലെത്തിയ ബീഹാർ സ്വദേശി ഗൗരവിനെയും ഭാര്യയും 2 വയസ്സുള്ള കുഞ്ഞിനെയുമാണ് സുഹൃത്തുക്കൾ കൊന്ന് ചാക്കിൽ കെട്ടിത്തള്ളിയത്. തൊഴിലാളികളായ 5 സുഹൃത്തുക്കൾ അറസ്റ്റിൽ. ഗൗരവിന്റെ ഭാര്യയ്ക്ക് നേരെ സുഹൃത്തുക്കൾ നടത്തിയ ലൈംഗികാതിക്രമ ശ്രമം തടഞ്ഞതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 21-നാണ് ഗൗരവും കുടുംബവും ജോലി തേടി ചെന്നൈയിലെത്തിയത്. ഗൗരവിനെ കൊലപ്പെടുത്തിയ സംഘം തുടർന്ന് ഭാര്യയെ പീഡിപ്പിച്ചു കൊല്ലുകയായിരുന്നു. ഇവരുടെ 2 വയസ്സുള്ള മകനെ നിലത്തടിച്ച് കൊലപ്പെടുത്തിയതായും മൃതദേഹങ്ങൾ ചാക്കുകളിലാക്കി വിവിധയിടങ്ങളിൽ തള്ളിയതായും അറസ്റ്റിലായവർ വെളിപ്പെടുത്തി. അടയാറിലെ അപ്പാർട്ട്മെന്റിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഗൗരവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 2 പേർ ഇരുചക്രവാഹനത്തിൽ ചാക്കുകെട്ടുമായി എത്തുന്നത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. ഇതുവഴി ലഭിച്ച വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുട്ടിയുടെ മൃതദേഹം മധ്യ കൈലാസിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഗൗരവിന്റെ ഭാര്യയുടെ മൃതദേഹം മാലിന്യ കൂമ്പാരത്തിൽ തള്ളിയെന്നായിരുന്നു പ്രതികളുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെന്നൈ.